പ്രിയ കൂട്ടുകാരെ, പക എന്ന് പറയുന്നത് അത് വീട്ടുവാനുള്ളതാണ്. എന്നാൽ അത് മധുരമായിട്ട് വീട്ടുക എന്ന് പറയുന്നതോ? നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായിരുന്നു തൃശൂർ. കാരണം സുരേഷ് ഗോപിയുടെ മത്സരം. അപ്പം അവിടെ എല്ലാവരും ഉറ്റുനോക്കിയത് അതാണ്, ഈ വട്ടവും സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പുണ്ടായി, മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പും അമ്മയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് എന്താ ബന്ധവും നിങ്ങൾ ചോദിക്കും. പക്ഷെ ഇത് രണ്ടും സുരേഷ് ഗോപി എന്ന നടന്റെ ഒരു മധുര പ്രതികാരമായിരുന്നു. എന്താണെന്നറിയാവോ? നമ്മുടെ മലയാള സിനിമയിലെ സംഘടനയായ അമ്മയിലെ ഇതിന്റെ സ്ഥാപക നേതാവായിരുന്നു സുരേഷ് ഗോപി. എന്നാൽ ഒരു മെഗാ ഷോയുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് ഗോപി അമ്മയിൽ നിന്ന് രാജിവെച്ച് മാറുന്നത്. കാരണം സിനിമാ താരങ്ങളുടെയൊക്കെ ഒരു സംഘടനകൾ മെഗാ ഷോ ഒക്കെ നടത്തുമ്പോഴത്തേന് ഇപ്പോഴാണ് ഭയങ്കര ലാഭത്തിൽ പോകുന്നത്. അന്ന് ഈ സുരേഷ് ഗോപി ഇരുന്ന സമയത്ത് ഇത് ഭയങ്കര നഷ്ടത്തിലേക്ക് പോയി. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ മലയാള സിനിമയിലെ താരങ്ങളടക്കം എല്ലാവരും സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തി. അപ്പൊ ആ നഷ്ടം നികത്താൻ വേണ്ടി സുരേഷ് ഗോപി പണം മുടക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം ഈ കയ്യിലിരുന്ന് പൈസ കൊണ്ട് അതിന്റെ നഷ്ടം, ആ സംഘടനയ്ക്കുണ്ടായ നഷ്ടം മുഴുവൻ സ്വന്തം പണം കൊണ്ട് നികത്തി. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ജനറൽ സെക്രട്ടറിമാരടക്കം പല പല മീറ്റിങ്ങുകൾ സുരേഷ് ഗോപിയെ പറ്റി സംസാരിക്കുമ്പോഴത്തേന് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള സൂചന വന്നപ്പോഴത്തേന് ഒരു പ്രാവശ്യം ഇന്നസെന്റ് ഒക്കെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്ത് ഞങ്ങൾ അത് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു, ആ പൈസ ഞങ്ങൾ തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അങ്ങോട്ട് പോയുമില്ല. ഒരു കാര്യത്തിന്, അമ്മയുടെ മുന്നോട്ടുള്ള ഒരു കാര്യത്തിനും അദ്ദേഹം പിന്നെ വളരെ സൈലന്റ് ആയിട്ട് ഒരു അഭിപ്രായം പറയാൻ പോലും നിന്നില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം അമ്മയിലെ ഇലക്ഷൻ വന്നപ്പോഴത്തേന് അവിടുത്തെ ഏറ്റവും സൂപ്പർ താരമായി തിളങ്ങിയത് സുരേഷ് ഗോപിയാണ്. കാരണം അന്നത്തെ പ്രസംഗം, അതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നത് കേന്ദ്രമന്ത്രിയായിട്ടാണ് വന്നത്. മലയാള സിനിമയിലെ താരങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് ധാരാളം സിനിമാ താരങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ അമ്മ സംഘടനയിലെ പല ആൾക്കാർ സപ്പോർട്ടുമായിട്ട് അതുപോലെ വേദികളിലും എല്ലാം ചെന്ന് പരസ്യമായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സുരേഷ് ഗോപി 2 വർഷം തൃശ്ശൂർ മത്സരിച്ചിട്ട് പോലും ഈ അമ്മയെന്ന് പറഞ്ഞ സംഘടനയിൽ ഒരാൾ പോലും ഒരു മീറ്റിംഗിൽ പോലും ഒരു യോഗത്തിൽ പോലും ഒരു സപ്പോർട്ടുമായിട്ട് ചെന്നിട്ടില്ല. അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തില്ലെന്ന് മാത്രമല്ല, മലയാള സിനിമയിലെ ഈ അമ്മയിലെ പ്രമുഖ താരങ്ങളെല്ലാം പല വേദിയിലും അദ്ദേഹത്തെ അടിച്ചാക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ട് ഒരു സഹപ്രവർത്തകനോട് പോലും ചെയ്യുവാനാത്ത പല ദ്രോഹങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു മധുരമായ പകവീട്ടിലാണ് സുരേഷ് ഗോപിയുടെ ഈ അമ്മയിലെ മീറ്റിംഗിലെ രംഗപ്രവേശം. അത് കേന്ദ്രമന്ത്രിയായിട്ട്. ഓർത്തു നോക്കിയേ, ഇതാണ് കാലം കാത്തുവച്ചിരിക്കുന്ന കാവ്യനീതി എന്ന് പറയുന്നത്.